ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണിച്ച് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് എന്നും ചെയ്യുന്ന കാര്യമാണ് രാത്രി കെട്ടിവെക്കുന്ന മുടിയല്ലേ, അപ്പോൾ അതൊന്ന് അഴിച്ച് ഉടക്കൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കെട്ടിവെക്കും. എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. എൻ്റെ മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെ എല്ലാം മുടി കൊഴിയുന്നുണ്ടായിരിക്കും. ഈ ഒരു കാലാവസ്ഥയുടെയാണ്. അതുപോലല്ലേ ചൂട്, ഭയങ്കര ചൂടാണ്. നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി കുറച്ചെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ മുടി മൊത്തം പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ നന്നായിട്ട് പൊഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ചീകി വട്ടത്തിലാണ് കെട്ടി വയ്ക്കുന്നത്. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കെട്ടി വെക്കാറ്. മുടിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് വെള്ളം എടുത്ത് കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഫേസും ഒന്ന് നനയ്ക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്കൊന്നും കാണാൻ പാടില്ല. കൈയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഫേസ് വാഷ് ഗ്ലൂട്ടാതയോണിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വൈറ്റനിങ് ഉള്ള ഫേസ് വാഷ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ വൈറ്റനിങ്ങിനേക്കാളും ഫേസ് നല്ല ബ്രൈറ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഈ ഒരു ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് മുഖത്തൊന്ന് മസാജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫേസ് വാഷ് ഇടുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും. ഫേസ് വാഷ് ഇടുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്തായിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഫേസിൽ തൊടുന്നത്. അല്ലാതെ ഞാൻ ഫേസിൽ തൊടുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഞാൻ ഗ്ലൂട്ടാതയോണിൻ്റെ തന്നെ ഫേസ് വൈറ്റനിങ് സ്ക്രബ്ബറാണ് ഇടുന്നത്. ഇത് നമ്മൾ വെളിയിലൊക്കെ പോയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ്ബർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റായിട്ടിരിക്കുക. ഒരു സൺടാനൊക്കെ മാറാൻ അടിപൊളിയാണ് കേട്ടോ. ഞാനിത് എന്നും ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്യത്തില്ല. സ്ക്രബ്ബർ ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫേസിൽ സ്ക്രബ്ബർ ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഹാർഷായിട്ടാണ് സ്ക്രബ് ചെയ്യുന്നതെന്ന്. പക്ഷേ അല്ല, ഹാർഷായിട്ടൊന്നുമല്ല സ്ക്രബ് ചെയ്യുന്നത്. എനിക്കറിയാവുന്നതാണ്. നമ്മുടെ ഫേസിലെ സ്കിന്ന് ഭയങ്കര ഹാർഷായിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. അതുകൊണ്ട് ഞാൻ വലിയതായിട്ട് ഹാർഷായിട്ടൊന്നുമല്ല സ്ക്രബ് ചെയ്യുന്നത്. പിന്നെ മൂക്കിൻ്റെ ഭാഗത്തും താടിയുടെ ഭാഗത്തും നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. കാരണം ആ 2 ഭാഗത്താണല്ലോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലുള്ളത്. അങ്ങനെ ഞാൻ അതൊക്കെ തേച്ച് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഇനിയും നമ്മുടെ മെയിൻ സ്കിൻ കെയർ അതിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു തോർത്ത് വെച്ചിട്ട് ഫേസിലെ വെള്ളമെല്ലാം ഡാബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ടോണറാണ് കേട്ടോ. ഇത് ആൽഫ് ഗുഡ്നസ്സിൻ്റെ ടോണറാണ്. നല്ല അടിപൊളി ടോണറാണ്. ഞാൻ കുറേ നാളുകൊണ്ട് ഇതിൻ്റെ ഒരു 3-4 ബോട്ടിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. നല്ല അടിപൊളി ടോണറാണ്. ഓയിലി സ്കിന്നിനുള്ള ടോണറാണ് കേട്ടോ. പിമ്പിൾസ് പോവാനും പിന്നെ പോഴ്സൊക്കെ ടൈറ്റൻ ആവാനും മിനിമൈസ് ആവാനും ഒക്കെ നല്ലൊരു ടോണറാണ്. ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷിങ് ആണ്. എന്തോ ഒരു വല്ലാത്തൊരു റിഫ്രഷിങ് ഫീലാണ്. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടോണർ അടിച്ചു കൊടുക്കാറുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സെറമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മിനിമലിസ്റ്റിൻ്റെ സെറമാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി കാണും. ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ ഇന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ചെറിയൊരു സാമ്പിൾ പാക്ക് പർപ്പിളിൽ നിന്ന് ഞാൻ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സെറം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാമ്പിൾ പാക്കായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ബോട്ടിലിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റി കാണാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബ്ലാക്ക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള നമുക്ക് എത്രയുണ്ടെന്ന് കാണാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഞാൻ ആ സ്പില്ലറിലോട്ട് ഞെക്കിയപ്പം വരാതിരുന്നപ്പോൾ എൻ്റെ ചങ്ക് കത്തിപ്പോയി. കാരണം 600 സംതിങ് രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. പക്ഷേ ക്വാണ്ടിറ്റി അതിൻ്റെ അകത്ത് തീരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ സെറം ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിനിമലിസ്റ്റിൻ്റെ 2 പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ ഒരു സെറവും പിന്നൊന്ന് മോയ്സ്ചറൈസറും. ഇതിൻ്റെ 2ൻ്റെ റിവ്യൂ ഈ അടുത്ത് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഞാനിത് ആ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. അത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്.
ഈ മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ ഭയങ്കര ക്രീമി ഒന്നുമല്ല, ഒരു ജെല്ലി ടൈപ്പാണ്. പിന്നെ ഫ്രേഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് ഒരുമാതിരി നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഓയിൽമെൻ്റ് ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. പേഴ്സണലി എനിക്ക് ഈ ഒരു സ്മെല്ല് തീരെ ഇഷ്ടമായതേ ഇല്ല. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസർ ഫേസിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു ലിപ് ബാമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് മമാർത്തിൻ്റെ നോർമൽ ഒരു ലിപ് ബാമാണ് കേട്ടോ, ടിൻറ്റഡ് ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ലിപ് ബാം ഞാൻ എൻ്റെ ചുണ്ടിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ്. നമ്മൾ വെളിയിലെങ്ങും പോകുന്നില്ലെങ്കിൽ പോലും വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇട്ട് കൊടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കണ്ട, നമ്മുടെ ഫേസിന് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ പുറത്തോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുമല്ലോ, അത്രയും ക്വാണ്ടിറ്റിക്ക് എന്തായാലും ഇടണ്ട, കുറച്ച് മാത്രം ഇട്ടാൽ മതി. അപ്പം ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. ഇത് മാറി മാറി വരും കേട്ടോ. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഇല്ലേ, അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് ചില ദിവസത്തെ സ്കിൻ കെയറിൽ. ഇന്ന് ഞാൻ സ്ക്രബ്ബറായിട്ടെങ്കിൽ നാളെ ചിലപ്പം വേറെ എന്തെങ്കിലും ഒന്നീ ബീട്രൂട്ട് പൗഡറോ അല്ലെങ്കിൽ മിൽട്ടാണി മിൽട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ സ്കിൻ കെയർ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.